ബുദ്ധിമാനാണ്. പക്ഷെ എന്തു ചെയ്യാം, മണ്ടത്തരങ്ങളെ കാട്ടൂ. അത് ശരി തന്നെ. എന്നാൽ ലുട്ടാപ്പി അങ്ങനെയല്ല, മണ്ടച്ചാരാണ്. പക്ഷേ അതിബുദ്ധി കാട്ടും. അത് കൊള്ളാം. അങ്ങനെ കിട്ടിയതൊന്ന് കാട്ടിക്കൊടുത്തേ ലുട്ടാപ്പി. അയ്യോ, രാജു അറിഞ്ഞോ, നമ്മുടെ ജയേഷിനെ വിക്രമൻ തട്ടിക്കൊണ്ടുപോയി. ആണോ രാധേ? ജയേഷിനെ വിട്ടുകിട്ടാൻ പണം കൊടുക്കണമത്രേ. ആ വിക്രമൻ ക്രൂരനാണ്. വാ രാധേ, നമുക്ക് ജയേഷിന്റെ വീട്ടിൽ പോയി കാര്യം തിരക്കാം. ഞങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്നു. ജയേഷിന്റെ വിവരം വല്ലതുമുണ്ടോ? ഇല്ല മോനെ, ജയേഷിനെ വിട്ടുതരാൻ ആ വിക്രമൻ 1 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. പോലീസിൽ അറിയിച്ചാൽ എന്റെ മോനെ കൊന്നുകളയുമെന്നാ അവൻ പറയുന്നത്. ആ പഴയ കോട്ടയുടെ വെളിയിലുള്ള തൂണിന്റെ ചുവട്ടിൽ ഇന്ന് രാത്രി തന്നെ പണം വയ്ക്കണമെന്ന്. അമ്മാവൻ വിഷമിക്കേണ്ട, ഒരു പൈസ പോലും കൊടുക്കാതെ ഞങ്ങൾ ജയേഷിനെ രക്ഷിക്കാം. വിഡ്ഢിത്തം പറയാതെ നിങ്ങൾ പോയി ആപത്തിലൊന്നും ചാടണ്ട. കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. രാധേ, നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. രാജു, രാധേ, മായാവി, ഞങ്ങളുടെ ജയേഷിനെ ആ ദുഷ്ടൻ വിക്രമൻ തട്ടിക്കൊണ്ടുപോയി. 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് അവർ പറയുന്നേ. പേടിക്കണ്ട, ജയേഷിന് ഒരപകടവും പറ്റില്ല. ഇതാ, ഈ വടി വെച്ചോളൂ. രൂപയുടെ പൊതിയോടൊപ്പം ഇതും കൂടി വെക്കണേ. മായാവി, ഇത് വല്ല മന്ത്രവടിയുമാണോ? കാത്തിരുന്ന് കണ്ടോ. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. എടാ ലുട്ടാപ്പി, ഇപ്പൊ വാതിൽ തുറക്കാൻ പറ്റില്ല. ഞാൻ ഹോമകുണ്ടത്തിനരികില. ആ, നീ പോയി ആ വിക്രമനോട് 50,000 രൂപ കടം വാങ്ങിക്കൊണ്ടുവാ. ഒരു മഹാഹോമം നടത്താനാ. വേഗം വേണം. ആ വിക്രമനോടാ കിട്ടിയത് തന്നെ. ഓടാ ലുട്ടാപ്പി, പോയിട്ട് വേഗം വാ. അയ്യോ, കണ്ടിട്ട് പേടിയാവുന്നു. ഇവിടെ നിൽക്കരാതെ. വേണ്ട, ഞാനും വരുന്നു. ഇതുവരും കടലാസ് കഷ്ണങ്ങളാണെന്ന് വിക്രമൻ അറിയില്ലല്ലോ. വേഗം വാ, നമുക്ക് പോകാം. ഇവൻ ഇവിടെ കിടക്കട്ടെ. അതെ അതെ, ഇവിടെ കിടക്കട്ടെ. വിക്രമന് മുത്തു ഉണ്ടല്ലോ. അവർ ആരെയാ കെട്ടിയിരിക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. വിക്രമ, അവർ തൂണിനടുത്ത് പണം കൊണ്ടുവച്ച് കാണൂ. ഒന്ന് ക്ഷമിക്കുമുത്തു, നമ്മളെ ഇപ്പോൾ അവർ കാണണ്ട. കുറച്ചുകൂടി കാക്ക. ശരി ശരി. അയ്യോ, തൂണിനടുത്ത് പണമോ? അയ്യോ, എന്നാ പിന്നെ അത് അടിച്ചു മാറ്റാം. ഇനി വിക്രമത്തെ കാലത്തിന് പിടിക്കണം. ഇതിനുള്ള രൂപ തന്നെ. വിക്രമ, അതാ ലുട്ടാപ്പി. അവൻ രൂപ അടിച്ചു മാറ്റിയോ? നിൽക്കടാ ലുട്ടാപ്പി അവിടെ, ഇല്ലെങ്കിൽ നിനക്ക് നല്ലത് കിട്ടും. എനിക്ക് ആവശ്യത്തിന് കിട്ടി. ഇനി കിട്ടുന്നത് നിങ്ങൾ മേടിച്ചോ. ഹോ, ഭാഗ്യം, അവൻ പൊതിയെടുത്തിട്ടില്ല. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. നിന്നെ ഞാൻ. അയ്യോ, അനങ്ങരുത്. അനങ്ങിയാൽ അടി ഇനിയും കിട്ടും. എവിടെ ജയേഷ്? പറഞ്ഞോ വേഗം. കോട്ടക്കകത്തുണ്ട്. വിക്രമനും മുത്തുവിനും കിട്ടി. ആവശ്യം പോലെ.
രാജു, രാധേ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ വിക്രമൻ എന്നെ കൊന്നേനെ. പേടിക്കണ്ട ജയേഷേ, നമുക്ക് പോലീസിനെ വിളിച്ചാലോ? പോലീസോ? അയ്യോ, അയ്യോ, ഓടിക്കോ. ഓടിക്കോ. അയ്യോ, ഓടിക്കോ. അടി, ഓടിക്കോ. അയ്യോ, ഓടിക്കോ. അയ്യോ. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് മായാവി കഥകൾ? എങ്ങനെയുണ്ട് ലുട്ടാപ്പി കഥകള്? രസമുള്ള കഥകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.